പൂക്കളെ, നൂറു 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 പൂക്കളെ, വസ്സലാം 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 പൂക്കളെ. പാട്ടുകാരനായതുകൊണ്ട് പാടിയതല്ല. എങ്ങനെയാ നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ പൂക്കളാണെന്ന് ഞാൻ സങ്കല്പിച്ചാൽ അതിനൊരു അപാകത ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്തത്. ഈ വരികൾ എൻ്റേതല്ല, നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഒക്കെ അറിയാം. ഈ സമീപകാലത്ത് വളരെ പോപ്പുലർ ഹിറ്റായ ഒരു ഗസലിന്റെ വരികളാണിത്. ഗസലിനോട് താല്പര്യമുള്ള ആളുകൾക്ക് അറിയാം. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളെ അഭിസംബോധന ചെയ്തത്. കല്ലടി മജ്‌ലിസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെയുള്ള ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്. ഇത് ഒരു തറവാട്ട് കേമത്തം വിളിച്ചു പറയാനുള്ള ഒരു വേദിയാവുകയാണ് എന്ന്. അങ്ങനെയല്ല. തറവാട്ട് കേമത്തം എന്ന് പറയുന്ന ഒന്ന് ഇല്ല. അല്ലാഹു റസൂലും നമ്മളെ പഠിപ്പിച്ചത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളെ ഗോത്രങ്ങളാക്കി തിരിച്ചത് എന്ന പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖുറൈശ് ഗോത്രത്തിൽ ഹാഷിമി കുടുംബത്തിൽ വന്നുദിച്ച യാസീനേ പൊന്നൊടിയ പൂമാനെ. അതുപോലെ ഈ പുതിയ തലമുറയുണ്ട്, എന്നെന്ന മാതിരി വയസ്സാവാത്ത നല്ല യങ്സ്റ്റേഴ്സായ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്കൊന്നും ഈ കുടുംബത്തിന്റെ ബന്ധങ്ങൾ അറിയില്ല. ആ ബന്ധങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, ഈ ബന്ധങ്ങളൊക്കെ ഖിയാമത്ത് നാൾ വരെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് ഈ തറവാട്ടിലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പ്രായം കൂടിയ തലമുറ. അതിനുള്ള ഒരു മാർഗമായാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത്. എന്നോട് ഇവിടെ വന്നു കയറുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ പേര് പറയുന്നില്ല, ചിലരൊക്കെ പറഞ്ഞു ഞങ്ങളെയൊക്കെ നിങ്ങൾ മറന്നുമില്ലെന്ന്. ആ ചോദിച്ചവരോട് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആരും ആരെയും മറന്നിട്ടില്ല. ജീവിതത്തിന്റെ പ്രത്യേകമായ തിക്കുകൾക്കും തിരക്കുകൾക്കുമിടയിൽ ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ ഒരു പാലം പണിതാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടണം എന്ന് പറഞ്ഞതുപോലെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ബന്ധങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്കിടയിൽ മാത്രമാണ് ബന്ധങ്ങൾ സജീവമായി നിലനിൽക്കുക. ഈ മജ്‌ലിസിന്റെ ഏറ്റവും അവസാനം അസറിന്റെ ശേഷം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കാരുണ്യത്താൽ സഹായത്താൽ ഒരു നിക്കാഹ് കൂടി ഇവിടെ നടക്കാനിരിക്കുന്നു ഇൻഷാ അല്ലാഹ് എന്നതും ഈ മജ്‌ലിസിന്റെ ഒരു പുണ്യമായി കണക്കാക്കണം. എന്തുകൊണ്ടാണ്? ഈ ബന്ധങ്ങൾ നിലനിർത്താനും ഈ പരസ്പര അറിവുകൾ പങ്കുവയ്ക്കാനും പരസ്പരം ഭാഷപ്പെടുവാൻ പിരിശപ്പെടുവാൻ വേണ്ടിയാണ് ഈ മജ്‌ലിസ് എന്നതാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഈ പെടന്നിക്കാണ് ഡോക്ടർ കമ്മാപ്പിക്കൊണ്ട് ഇരിക്കുന്നത്. ഞാൻ പറയാത്തങ്ങളെ വേറെ ഡോക്ടർമാരും മറ്റുമൊക്കെ ആയിട്ട് ഇപ്പൊ പെടന്നിക്കാക്കുണ്ട്. 2 വയസ്സോ 1.5 വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങിയ കുട്ടികൾക്ക് പെടന്നിക്കാക്കുണ്ട്. കാരണം എന്താ? എല്ലാവരും ഇതിനകത്താണ്, ഞാൻ ഉൾപ്പെടെ. ഞാൻ എന്നെ ഒഴിവാക്കി പറയുന്നതല്ല, ഞാൻ ഉൾപ്പെടെ. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളാണ്, നമ്മുടെ ചോരകളാണ്, നമ്മുടെ ബന്ധങ്ങളാണ്, നമുക്ക് പ്രിയപ്പെട്ടവരാണ്, നമ്മുടെ ശേഷക്കാരാണ്, നമ്മുടെ മുൻതലമുറയുടെ ശേഷിപ്പുകളാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു വേദിയായി ഇതിനെ നിങ്ങൾ മാറ്റിയെടുക്കണം.